ഗസ്റ്റെല്ലാം വരുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു രുചിയിൽ ചിക്കൻ കറി കഴിക്കണമെന്ന് തോന്നുമ്പോൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പെപ്പർ ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. നമുക്ക് നെയ്ച്ചോറ്, പത്തിരി, വെള്ളപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 വലിയ സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക്, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് അരച്ചു ചേർക്കാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങയും 8 അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അണ്ടിപ്പരിപ്പ് മാത്രമായാലും അരച്ച് ചേർക്കാം. തേങ്ങ ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പാകത്തിന് ഉപ്പ്, ഓയിൽ, 1.5 കപ്പ് വെള്ളം. പെപ്പർ ചിക്കനിലേക്ക് എപ്പോഴും കുരുമുളക് പൊടിച്ചെടുക്കുമ്പോൾ വളരെ നൈസായിട്ട് പൊടിച്ചെടുക്കരുത്, ചെറിയ തരിയോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ. ചിക്കനിലേക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ച കുരുമുളകിൽ നിന്ന് പകുതി, മഞ്ഞൾപ്പൊടിയിൽ നിന്ന് പകുതി, പാകത്തിന് ഉപ്പ്, പെരിഞ്ജീരകപ്പൊടി എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല പുരട്ടി വെച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ്. 2 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം നന്നായി മാറി വരണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് നന്നായി തന്നെ വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി മുഴുവനായി വെന്തുടയുന്നവരെ നന്നായി തന്നെ വഴറ്റി കൊടുക്കണം. കറിവേപ്പില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. ചിക്കനിൽ നിന്ന് ചെറുതായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചൂടുള്ള 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും അണ്ടിപ്പരിപ്പിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും തേങ്ങയുടെയും മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറി റെഡിയായി വന്നിട്ടുണ്ട്. കൈപ്പത്തിരിക്കൊപ്പമാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്.
ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉറപ്പായും ഇത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്.